ഇതിൽ ടിനിയുടെ ക്യാരക്ടർ വളരെ കൈയടക്കത്തോടെ ആ കൊടുത്ത, അതായത് ഒരു സിനിമയുടെ ഒരു പ്രത്യേക സ്റ്റേജിലാണ് ടിനിയുടെ ക്യാരക്ടറിൻ്റെ എൻട്രി. ആ ക്യാരക്ടറാണ് ടിനി ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ക്യാരക്ടറും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സമാനമായൊരു കഥാപാത്രമാണ് നമ്മുടെ രാകേഷ് സുബ്രഹ്മണ്യം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് 916 കുഞ്ഞൂട്ടൻ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും കുറേ കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. എൻ്റെ അച്ഛനായിട്ട് കോട്ടയം രമേശേട്ടനാണ്. അങ്ങനെ കുറേ നല്ല ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അവരുടെ എല്ലാം കൂടെ പോകുന്ന ഒരു 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 കൗതുകമുള്ള ക്യാരക്ടറായിരിക്കും കുഞ്ഞൂട്ടൻ. അത് പറയാൻ പറ്റും. പിന്നെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് പരിപാടികളും ചെയ്തു, TV ഷോയിലും കുറേ ഇരുന്നു. അതെല്ലാം അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ ഒരു സ്ക്രീനിൽ, വലിയ സ്ക്രീനിൽ കൂടുതൽ സമയം വരുമ്പം അതും പ്രേക്ഷകർ ശ്രദ്ധിക്കും, ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. തീർച്ചയായിട്ടും. ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലൊരു യാത്ര പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെടുന്നത്, നേരത്തെ പറഞ്ഞ സ്റ്റേജിൽ നിന്നും വന്നു, പിന്നെ മിനി സ്ക്രീനിൽ വന്നു, ബിഗ് സ്ക്രീനിൽ വന്നു, ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ജഡ്ജിങ് പാനലിൽ വന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് സ്ക്രീനിൽ കാണുന്നില്ലാത്ത ആ രീതിക്ക് വന്ന് നമ്മൾ മിനി സ്ക്രീനിലേക്ക് മാറ്റും. ഒരുമിച്ചുള്ള യാത്രകൾ കുറയുന്നു, ഷോകൾക്കുള്ള യാത്ര കുറയുന്നു. ഇപ്പോൾ വീണ്ടും ഒരു സിനിമയിൽ ഒന്നിക്കുന്നു. നിങ്ങൾ നമ്മളൊരു യാത്ര എന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട കാലഘട്ടമാണ്. പഴയത് തൊട്ട് നമ്മൾ നോക്കിയാൽ സ്റ്റേജിലെ ഒരേ കോമഡി പരിപാടികളാണെങ്കിലും എനിക്ക് ഏറ്റവും ഇപ്പോഴും ഓർക്കുന്ന 2 പരിപാടി, നിങ്ങൾ 2 ഒരുമിച്ച് സ്റ്റേജിൽ കണ്ടിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യാമെന്ന് പ്രിയപ്പെട്ട സഹോദരൻ ടിനിയുടെ അടിയിലൂടെ പോയിട്ട് അത് സിനിമയിൽ ചെയ്തിട്ടുണ്ടല്ലേ? തമിഴിൽ ചെയ്തിട്ടുണ്ടല്ലേ? അത് ഭയങ്കര കയ്യടി മേടിച്ചാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ, പക്ഷെ നിങ്ങൾ ഒന്നിക്കുമ്പോൾ വേറൊരു മൂഡാണ് പ്രേക്ഷകർക്ക് കിട്ടുന്നത്. അത് ഒരു മാറ്റമില്ല. എന്നെ സംബന്ധിച്ച് പ്രേക്ഷകർ നിലയിൽ എനിക്ക് അങ്ങനെ കിട്ടാറുണ്ട്. ഈ സിനിമയ്ക്ക് വരുമ്പോഴും അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എത്ര നല്ല ഭക്ഷണമാണെങ്കിലും ഡെയിലി അത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെറുക്കും അല്ലേ? എത്ര നല്ല ഭക്ഷണമാണെങ്കിലും. അപ്പോൾ നമ്മൾ വേറൊരു ഭക്ഷണം വിളമ്പണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ടത് വിളമ്പുമ്പോൾ അവർക്ക് വീണ്ടും ഇഷ്ടവും. ഇപ്പം നമ്മളിരിക്കുന്ന കാക്കനാടാണ്. ഇവിടെ ഒരുപാട് ടൈപ്പ് ഫുഡുകളുണ്ട്, മെക്സിക്കൻ, ചൈനീസ് അല്ലേ, എല്ലായിടും കാണാനല്ലേ. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ മീൽസ് റെഡി എന്ന് പറഞ്ഞ് എഴുതി വരും. കാരണം എന്താണ്, മലയാളികൾ തിരിച്ച് ഊണിലേക്ക് വരും. അപ്പോൾ അതുപോലെ ഊണ് ഇഷ്ടപ്പെടും. അന്നേരം കുറച്ച് കളയുമ്പോൾ ഇത് കൊതി തീർന്നിട്ട് വീണ്ടും. അപ്പോൾ അതുപോലെ ഒരു ഊണ് കൊടുക്കാനാണ് നമ്മുടെ പരിപാടി. അതെ, ഇത് നാടൻ കഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂജൻ ഊണാണോ? വീട്ടിലൂണാണ്. ഇപ്പം ഏത് സ്ഥലത്തും വീട്ടിലൂണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കഴിക്കാൻ ഇഷ്ടപ്പെടും. ഹോട്ടൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും അങ്ങോട്ട് അട്രാക്ഷൻ കിട്ടില്ല. ഇത് വീട്ടിലൂണാണ്. അതൊരു ഫാമിലി എൻ്റർടൈനറാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ന്യൂജൻ സ്റ്റൈലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, പഴയ സിനിമ തന്നെയാണ്. പണ്ട് കാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടുണ്ട്. എന്നാൽ ആ പഴമയിലല്ല ചെയ്തിരിക്കുന്നത്. പുതിയ കാര്യങ്ങളൊക്കെ തന്നെ, പുതിയ ആർട്ടിസ്റ്റുകളും പിന്നെ അതിൻ്റെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ വെക്കേഷന് ഒരു സിനിമക്ക് ഓർക്കുമ്പോൾ കൊടുത്ത കാശ് മുതലാവണം. അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോഴും ഇത് കാശ് നഷ്ടമായി പോയി, ബോറടിച്ചെന്നുള്ളൊരു സാധനം ഇതിനെന്തായാലും പറയില്ല. പക്ഷെ ഇത് എൻ്റെ കുടുംബചിത്രമാണ്. എൻ്റെ കുടുംബം ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത്. നോബി, ഷാജു, നമ്മളൊക്കെ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ നിന്ന് സീനിയറായിട്ടുള്ള കോട്ടയം രമേശേട്ടൻ, സുനിൽ സുഗത, പിന്നെ വിജയ് മേനോൻ, മേജർ രവി അഭിനയിച്ചിട്ടുണ്ട്, ടി ജി രവി സാറ്, അങ്ങനെ വെറ്ററൻ ആക്ടേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയാണ്. ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ എല്ലാത്തിനും എനിക്ക് എല്ലാ പ്രോസസ്സും എനിക്കിഷ്ടമാണ്. പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, നമ്മുടെ വിഷയം അതാണല്ലോ, പഠന വിഷയം അതാണ്. അപ്പോൾ 916 കുഞ്ഞേട്ടൻ എന്ന് പറയുമ്പോൾ അതിൽ ഞാനെങ്ങനെ വരുന്നു, അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ 2 ഒരുമിച്ചല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞപ്പോഴാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്, നീ അവിടെ പോകുന്നു, ഞാൻ അവിടെ പോകും, അങ്ങനെയുള്ളൊരു കൗണ്ടറുകളായിരിക്കും. ഞാൻ വേറെ ഏതോ സ്ഥലത്തു നിന്ന് വരുന്നത്, ഇവൻ വേറെ സ്ഥലത്താണ്. അപ്പൊ ഇതെല്ലാം കൂടിയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.